എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു മത്തങ്ങ പായസം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്ന റെസിപ്പിയിലോട്ട് പോകാം. അപ്പൊ ഇത് അതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ മത്തങ്ങ ചെറുതായി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി. ഇനിയിപ്പിതാ ഇത് ചെറുതായി മുറിച്ചെടുക്കണം. അപ്പൊ നമുക്ക് മുഴുവനായിട്ടും ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ മത്തങ്ങയെല്ലാം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു കുക്കറിലേക്ക് ഇട്ട് ഒരു 3-4 വിസില് വരുത്തിയാൽ മതി. നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനിയിപ്പിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പിത് വിസില് വരട്ടെ. ഇതിപ്പോൾ ഇവിടെ വിസിലെല്ലാം വന്നിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മത്തങ്ങ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച മത്തങ്ങ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ അത് വെള്ളത്തിൻ്റെ അംശമെല്ലാം കളഞ്ഞെടുക്കാം. മത്തങ്ങയുടെ ഗുണങ്ങളെല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിളാണ് മത്തങ്ങ. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരം നിങ്ങളെ ആവശ്യത്തിന് എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 2-ാം പാലിൽ 1 ടേബിൾ സ്പൂണോളം പച്ചരിപ്പൊടി കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മത്തനിലേക്ക് പച്ചരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം. മത്തൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പച്ചരിപ്പൊടിയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ പച്ചരിപ്പൊടി കലക്കി ഒഴിച്ചത് കൊണ്ട് അത് കുറച്ച് വെന്ത് വരണം. നല്ലോണം തിളച്ച് വെന്ത് വരട്ടെ. ഇതൊന്ന് ഇളക്കി എടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പച്ചരി ഒഴിച്ചത് കൊണ്ട് അടിക്ക് പിടിച്ചു പോവും. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച് കുക്കറിൽ 1 വിസില് വരുന്നത് വരെ വേവിച്ച തുവരപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. തുവരപ്പരിപ്പ് എന്ന് പറയുമ്പോൾ സാമ്പാർ പരിപ്പാണ്. അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി. ഇനിയിപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ സെറ്റാക്കി എടുക്കാം. ഈ സമയത്ത് പാകത്തിന് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. അവനവൻ്റെ ആവശ്യത്തിന് കട്ടിയിലാണോ വേണ്ടത് നേരിയതായിട്ടോ വേണ്ടത് അത് നോക്കി ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 തേങ്ങേൻ്റെ 1-ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാക്കറ്റ് പാലാണ് എടുക്കുന്നെങ്കിൽ അങ്ങനെയും മതി, അതും ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം. എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളെ മത്തങ്ങ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പായസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിൽ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അത് ചെറുതായി മുറിച്ച തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ
നല്ല ടേസ്റ്റുള്ള പായസം, മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.